ലൈലത്തുൽ ഖദ്ർ അഥവാ നിർണയത്തിന്റെ രാത്രി. ഇസ്ലാമിക വിശ്വാസപ്രകാരം വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണിത്. ഈ രാത്രിയിൽ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ 1000 മാസങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉത്തമമാണെന്ന് ഖുർആൻ പറയുന്നു. ലൈലത്തുൽ ഖദ്ർ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിലൊന്നാണ്. ഖുർആനിൽ പ്രത്യേക അധ്യായമായ സൂറത്തുൽ ഖദ്ർ ഈ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ രാത്രിയെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഖുർആനിലും ഹദീസുകളിലും ഉണ്ട്. ഖുർആനിലെ തെളിവ്. സൂറത്തുൽ ഖദ്ർ 97 1 മുതൽ 5 വരെ ഉള്ള ആയത്തുകൾ. നിശ്ചയം നാം ഇത് ഖുർആൻ ലൈലത്തുൽ ഖദ്റിൽ അവതരിപ്പിച്ചു. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. അതിൽ മലക്കുകളും റൂഹ്, ജിബ്രീൽ മാലാഖയും അവരുടെ രക്ഷിതാവിന്റെ അനുവാദപ്രകാരം എല്ലാ കാര്യവും തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ആ രാത്രി മുഴുവൻ സമാധാനമാണ്, ഫജർ വെളുക്കുന്നതുവരെ. ഹദീസുകളിലെ തെളിവ്. സഹീഹ് അൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും നിരവധി ഹദീസുകൾ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് പറയുന്നു, ലൈലത്തുൽ ഖദ്റിനെ റമദാന്റെ അവസാന 10 രാത്രികളിലെ ഒറ്റയായ രാത്രികളിൽ തിരയുക. ബുഖാരി, മുസ്ലിം. ലൈലത്തുൽ ഖദ്റിന്റെ തീയതി. റമദാന്റെ അവസാന 10 രാത്രികളിൽ ഒന്നായിരിക്കാം ലൈലത്തുൽ ഖദർ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 21, 23, 25, 27, 29 എന്നീ ഒറ്റയായ രാത്രികളിൽ ഈ രാത്രി തിരയാൻ ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ 27 രാത്രിയിൽ ലൈലത്തുൽ ഖദർ ആയിരിക്കാം എന്ന വിശ്വാസം പലരിലും നിലവിലുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു തെളിവില്ല, പക്ഷേ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് വലിയ പുണ്യമാണെന്ന് പറയപ്പെടുന്നു. ലൈലത്തുൽ ഖദ്റിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവയാണ്. മഹത്വം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണിത്. ഈ രാത്രിയിൽ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ 1000 മാസങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ഉത്തമമാണ്. മലക്കുകളും ജിബ്രീൽ മാലാഖയും ഈ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങിവരുന്നു. ഈ രാത്രിയിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമയം. റമദാൻ മാസത്തിലെ അവസാന 10 ഒറ്റയായ രാവുകളിലാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നത്. പ്രാധാന്യം. ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസികൾ ഖുർആൻ പാരായണം, പ്രാർത്ഥന, ദാനധർമ്മം തുടങ്ങിയ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഈ രാത്രിയിൽ പാപമോചനം തേടുകയും ലോകനന്മയ്ക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന. ലൈലത്തുൽ ഖദ്റിൽ ചൊല്ലാൻ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന: അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ എനിക്ക് മാപ്പ് നൽകണമേ. ലൈലത്തുൽ ഖദ്ർ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഈ രാത്രിയിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിന്റെ അനുഗ്രഹം നേടാൻ ശ്രമിക്കേണ്ടതാണ്.